അനീഫ് അദാനി സംവിധാനം ചെയ്ത മാർക്കോ, ഉണ്ണിമുകുന്ദൻ നായകനായ ചിത്രം മാർക്കോ. അപ്പോൾ മാർക്കോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ ക്യാരക്ടർ 24 മണിക്കൂർ കോട്ടിട്ട് നടക്കുള്ളൂ. അപ്പോൾ എന്താ പറയുക, കോട്ടിടും മാർക്കോ, കൂളിംഗ് ഗ്ലാസ് വെക്കും മാർക്കോ, സിഗരറ്റ് വലിക്കും മാർക്കോ, കൈവെട്ടും മാർക്കോ, ചോരയിൽ കുളിക്കും മാർക്കോ, അങ്ങനെയുള്ള കുറേ എന്താ പറയുക ഹോബികളാണ് മൂപ്പർക്ക്. പക്ഷേ ഒരു കാര്യമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി അപരാധം, അതിൽ കുറഞ്ഞൊന്നും എനിക്ക് തോന്നിയില്ല. എന്താ പറയാ, ഇവര് ഒരു ഇമോഷണലി പ്രേക്ഷകനെ കണക്ട് ആക്കണ്ടേ, അങ്ങനത്തെ ഒരു കണക്ട് ആക്കുന്ന ഒരു പരിപാടിയും സിനിമയിലില്ല. നമ്മൾ ഈ എന്താ പറയാ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇവര് ശരിക്കും പറഞ്ഞാൽ ഐസ് കട്ടൊക്കെ പെയിന്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു പ്രയോഗമില്ലേ, ശരിക്കും അതാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട് സിനിമക്കകത്ത്. പക്ഷെ ഈ ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് പ്രേക്ഷകന് കണക്ട് ആവണ്ടേ, ഇമോഷണലി കണക്ട് ആവണ്ടേ, അത് ഇമ്പാക്ട് ഉണ്ടാവണമെങ്കിൽ. അങ്ങനത്തെ ഒരു പരിപാടികളില്ല. ഉണ്ണിമുകുന്ദനാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ ആക്ഷൻ പരിപാടികളൊക്കെ പൊളിച്ചിട്ടുണ്ട്, അത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ വാ തുറന്നാൽ തീർന്ന് ഡയലോഗ്സ് ഒരു ഡയലോഗ്സും വർക്കായിട്ടില്ല. എക്സ്പെഷ്യലി ഉണ്ണിമുകുന്ദൻ്റെ അതെ, ജഗദീഷിൻ്റെ അതെ, അതിലേക്ക് ഞാൻ വരാം. പിന്നെന്താ പറയാ, ഒരു ടോട്ടലി ഒരു അപരാധിച്ച ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ തുടക്കം നല്ല രസമായിട്ട് തുടങ്ങി. എനിക്ക് തുടക്കത്തിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങ് എന്താ പറയാ, ജഗദീഷിന്റെ ക്യാരക്ടർ കാണിക്കുന്നവരെ ഓക്കെ ആയിരുന്നു, സെറ്റായിരുന്നു. പക്ഷെ ജഗദീഷിനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് പിന്നെ സിനിമ ഫുൾ അപരാധത്തിലേക്ക് പോയി. ജഗദീഷിന്റെ കുഴപ്പം കൊണ്ടല്ല, ജഗദീഷ് ഫുൾ നെഗറ്റീവ് ക്യാരക്ടറാണ്. ജഗദീഷിനെ കാണിക്കുമ്പോൾ നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഇമ്പാക്റ്റ്. പക്ഷെ അവിടെ നിന്ന് കുറച്ച് ഡയലോഗ് കഴിച്ചിട്ട് ജഗദീഷ് വീടിന്റെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ തുടങ്ങി പിന്നെ കയ്യിൽ നിന്ന് പോയി. ജഗദീഷ് സത്യം പറഞ്ഞാൽ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കോട്ടിട്ട് കൊടുക്കുന്നു, പിന്നെ എന്താ പറയുക കയ്യിൽ കുറേ റിങ്ങുകൾ ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് റിങ്ങിന്റെ കൂട്ടത്തിൽ സിഗരറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു പരിപാടി. പക്ഷെ ഒന്നും പറക്കാനില്ല, ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ പരിപാടി. അത് ഉണ്ണിമുകുന്ദൻ്റെ അതെ, എനിക്ക് തോന്നി ജഗദീഷിന്റെ അതെ. അദ്ദേഹത്തിന്റെ ഫിസിക് കൊണ്ടാണോ വർക്കാവാത്തത്, ആ ക്യാരക്ടർ വർക്കാവാത്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ ബോഡി ലാംഗ്വേജ് ആണോ, അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി ആണോ, എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ആ ക്യാരക്ടർ ഒട്ടും വർക്കായിട്ടില്ല. ഡയലോഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു തൊലിഞ്ഞ ഡയലോഗ്. അനീഫ് അദാനിയുടെ ഇതിനു മുമ്പത്തെ മിക്ക പടങ്ങളിലും ഇതുപോലെ തന്നെ തൊലിഞ്ഞ ഡയലോഗ്സ് ആണ്. ഈ ഡയലോഗ്സ് പലതും പാളിപ്പോയിട്ടുണ്ട്. ഇവര് മാസമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ള പല ഡയലോഗ്സും പാളിപ്പോയി. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, സ്പോയിലർ അല്ല കേട്ടോ, ധൈര്യമായിട്ട് കാണാം, സ്പോയിലർ അല്ല. എന്താ പറയാ, ഒരു കൂട്ടുകാരൻ, നായകന്റെ കൂട്ടുകാരൻ എൻ്റെ കൈ വെട്ടി കിടക്കുകയാണ്. അപ്പോൾ കൈ മുറിച്ച് കിടക്കുകയാണ്. അപ്പോൾ കൈ പോയിട്ടുള്ള കൂട്ടുകാരനെ നോക്കിയിട്ട് നായകൻ ചോദിക്കുകയാണ്, നിനക്ക് വേദനിച്ചിട്ടുണ്ടോടാ നോക്കിയാണ്. എന്തൊരു പിഞ്ച് ഹൃദയമാണല്ലേ. കൈ മുറിച്ച് കിടക്കുന്ന കൂട്ടുകാരനോട് ചോദിക്കുകയാണ് വേദനിച്ചിട്ടുണ്ടോന്ന്. ഞാൻ ആലോചിച്ചത് കേക്കാണോ മുറിച്ചത്, കൈയല്ലേ. അങ്ങാതിരി കോമഡി പരിപാടികളാണ്, അങ്ങനെയുള്ള ഡയലോഗ്സ് ആണ് ഈ കൂടുതൽ. പിന്നെ സിദ്ദിഖ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. രവി ബാസു നമ്മുടെ KGF ഒക്കെ പരിപാടി ചെയ്ത പുള്ളി കിട്ടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ഓൾമോസ്റ്റ് കൊള്ളാം, എഡിറ്റിങ് കൊള്ളാം. പക്ഷേ ടെക്നിക്കൽ പരിപാടികളൊക്കെ കൊള്ളാമെന്ന് പറയുമ്പോൾ പോലും അതാണ് ആദ്യം പറഞ്ഞത്, നമ്മൾ ടെക്നിക്കലി കുറേ ബ്രില്യൻസ് കാണിച്ചു വെച്ചിട്ട് പിന്നെ ആക്ഷൻ രംഗങ്ങളും കൊള്ളായിരുന്നു. അങ്ങനെ ടെക്നിക്കലി കുറേ പരിപാടികൾ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരച്ചിട്ട് കാര്യമുള്ളൂ. അങ്ങനത്തെ ഒരു ഇമോഷണലി സിനിമ കണക്റ്റ് ആവുന്നില്ല പ്രേക്ഷകരോട്. തുടക്കത്തിൽ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് കാണിച്ചു തരുന്നുണ്ട്, രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള. അവിടെ നിന്നാണ് പോകുന്നത്. ആ രണ്ട് കഥാപാത്രങ്ങളുടെ ബാക്കിൽ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പിന്നെ കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് പോലും വർക്കാവുന്നില്ല നമുക്ക് പ്രേക്ഷകന്. അവിടെയാണ് സിനിമ പരാജയപ്പെട്ടു പോകുന്നത്. ടോട്ടലി എനിക്ക് മിസ്കാസ്റ്റിംഗ് ഒക്കെ വൻ ശോകം. എനിക്ക് കാസ്റ്റിങ്ങിൽ എടുത്തു പറയാനൊക്കെ ഒന്നുമില്ല. എനിക്ക് ഏറ്റവും മിസ്കാസ്റ്റായിട്ട് തോന്നിയത് എനിക്ക് തോന്നുന്നു ജഗദീഷ് ചേട്ടനാണ്. ജഗദീഷ് ഈ അടുത്ത കാലത്തുള്ള അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള ആളാണ്. നല്ല സൂപ്പറായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്താ ചെയ്യാം, ഇതിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയുള്ള പരിപാടികളാണ്. ഉണ്ണിമുകുന്ദനാണെങ്കിൽ ആക്ഷൻ പരിപാടികളൊക്കെ പൊളിച്ചിട്ടുണ്ട്. പക്ഷെ വാ തുറന്ന തീർന്നു പറയുന്ന പോലെ ഡയലോഗ് പറഞ്ഞ കയ്യിൽ നിന്ന് പോയി.
ഒരു പഞ്ച് കിട്ടുന്നില്ല. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദ്, പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് ചന്ദ്രു സെൽവരാജ്. ക്യാമറയും എഡിറ്റിംഗ് ഒക്കെ കൊള്ളാം. പിന്നെ ഈ സിനിമയുടെ ടോട്ടൽ ഒരു കളർ പാലറ്റ് എന്ന് പറഞ്ഞൊരു ഡാർക്ക് ഷെയ്ഡാണ്, ഫുൾ ബ്ലാക്ക് ആണ്. അത് എനിക്ക് തോന്നി സിനിമ മൊത്തത്തിലൊരു ഡാർക്ക് പരിപാടി ആയതുകൊണ്ട് അവരങ്ങനെ പിടിച്ചാണ്. പക്ഷേ കഴിഞ്ഞിറങ്ങി വരുന്ന പ്രേക്ഷകന് ഇത് ഡാർക്കായിട്ടേ തോന്നുള്ളൂ. അങ്ങനെ ഒരു ഡാർക്ക് സിനിമ. വയലൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വയലൻസ് ആണ്. എന്താ പറയുക, കൈയും കാലൊക്കെ വെട്ടലും മാത്രമല്ല, അത് ബ്രൂട്ടലി ഭയങ്കര, അത് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നു സ്ത്രീകളും കുട്ടികൾക്കൊക്കെ പ്രശ്നമാണ്. അവർ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, അൺസൈക്കബിൾ വയലൻസ് ആണ്. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് വില്ലൻ നായകനുമായിട്ട് കുറേ അവിടെ ഇവിടെയൊക്കെ തുടക്കത്തിലേ നടന്നിട്ട് കൂടെ നടന്ന് കഥാപ്രസംഗം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. നടക്കുമ്പോൾ ഉണ്ണിമൂതൻ നടക്കുമ്പോഴും തിരിയുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് പൊലിപ്പിക്കുക. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതാണ് കേട്ടോ. പക്ഷേ ഉണ്ണിമൂന്തൻ ഇത് ചെയ്ത് നടന്നു വരുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ റിപ്പീറ്റ്ലി ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് എന്താണ്, ഇത് ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തൊക്കെ ഇടുകയാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല വെറുപ്പീര് പരിപാടിയായിരുന്നു. പിന്നെ പെർഫോമൻസിൽ എനിക്ക് കുറച്ചുകൂടി രസമായിട്ട് തോന്നിയത് ഈ പറയുന്ന ജഗദീഷിൻ്റെ മകനായിട്ട് ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് ഓൾമോസ്റ്റ്, സിദ്ദിഖിൻ്റെ തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ കണ്ടിന്യൂറ്റി പിടിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി. അത് ജഗദീഷിൻ്റെ ക്യാരക്ടറിൽ പ്രത്യേകിച്ചും. കാടിൻ്റെ ഉള്ളിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ പരിപാടി, അത് കലക്കം പരിപാടിയായിരുന്നു. ആ സമയത്ത് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളി പരിപാടിയായിരുന്നു. സിനിമ പറയുന്നത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്. അവിടെ നിന്ന് അങ്ങ് പിന്നെ പറഞ്ഞാൽ സ്പോയിലർ ആകും. അവിടെ നിന്ന് അങ്ങ് പിന്നെ പ്രധാന സംഭവം നടക്കുന്നു. പിന്നെ അതിൻ്റെ പുറകിൽ ഉണ്ണിമൂന്തൻ പോകുന്ന പരിപാടിയൊക്കെയാണ്. എന്താ പറയുക, എങ്ങനെയെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നാൽ മതി എന്നായിപ്പോയി. ആ രീതിയിലാണ്. പിന്നെ ക്ലൈമാക്സിൽ ആരൊക്കെയോ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ആരെയും കാണിക്കണമെന്നില്ല, കുറച്ച് കാറൊക്കെ വന്ന് നിൽക്കുന്ന ഒരു പരിപാടി. സെക്കൻഡ് എടുത്ത് വെക്കാനാണോ എന്നറിയില്ല. ഈ ഒരു അപരാധം കണ്ടത് തന്നെ മതിയായി. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു അപരാധം കൂടി കാണേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്ക് സിനിമ യാതൊരു തരത്തിലും വർക്കായില്ല. ടെക്നിക്കലി 1-2 സാധനങ്ങൾ മാത്രം കൊള്ളാം. ഇത്രയും വയലൻസ് ഒക്കെ എന്തിനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാം. ബൈ.